ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൻ്റെ പ്ലംബിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് കൂടുതലും ഈ എഫക്റ്റ് ചെയ്യുന്നത് മുകളിൽ അപ്സ്റ്റെയർ ചെയ്യുന്ന, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ചെയ്യുന്ന ബാത്റൂം ലീക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെയായിരിക്കും നമുക്ക് എഫക്റ്റ് ചെയ്യുക. താഴെ നമുക്ക് നനവ് കാര്യങ്ങളായിട്ട് നമുക്ക് താഴെ ഫീലിങ്ങിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ മുകളിലത്ത് നമ്മളൊന്ന് ആ ലെവലിൽ ചെറിയ ചെറിയ വെള്ളത്തുള്ളി പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലൊരു കാര്യങ്ങളിലൊന്ന് ഞാൻ നേരത്തെ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓവർഫ്ലോ പൈപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം കാര്യങ്ങൾ ടൈലിൻ്റെ ഗ്യാപ്പിലൂടെ വരുന്ന വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോയിക്കോളും. ഇന്ന് അത്രയും പ്രശ്നങ്ങളില്ല. അപ്പോക്സി കാര്യങ്ങളൊക്കെ വർക്ക് ഉള്ളതുകൊണ്ട് അത്രയും വെള്ളം താഴേക്ക് ഇരിക്കാറില്ല. അപ്പോക്സി വർക്ക് കാര്യങ്ങളാണ് ടൈലിൻ്റെ ഉള്ളിൽ വരുന്നത്. അതൊരു കാര്യം. അത് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം കാര്യങ്ങളും നനയില്ലാതെ ഇരിക്കും. പിന്നെ രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ് സിസ്റ്റം മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അതായത് താഴത്തെ നിലയിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഓവർഫ്ലോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓവർഫ്ലോന് വേണ്ടി സെപ്പറേറ്റ് പൈപ്പ് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കണം. വാട്ടർ പ്രൂഫിംഗ് ആണ് നമ്മൾ നിങ്ങൾ കാണുന്നത്. ആദ്യമേ തന്നെ നമ്മൾ പ്ലംബിങ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ഫിനിഷിങ് സ്റ്റേജിൽ വരുന്ന, അതായത് ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ കോൺക്രീറ്റിംഗ് ലെവലുണ്ട്. കോൺക്രീറ്റ് പൈപ്പെല്ലാം മൂടി കളയുമ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് വേണം നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യാനായിട്ട്. അപ്പോൾ വാട്ടർ പ്രൂഫിങ് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം കാര്യങ്ങളൊക്കെ താഴേക്ക് ഇരിക്കുന്നത് താഴത്തെ നനവ് ഫീൽ ചെയ്യാതിരിക്കാൻ, താഴത്തേക്ക് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന എക്സ്പെർട്ടുകളും നമ്മുടെ ബാത്റൂമുകളുടെ എക്സ്പെർട്ടുകളും ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. അവരെ കൊണ്ട് വേണം ചെയ്യിപ്പിക്കാനായിട്ട്. ഇനി അതെല്ലാം നമുക്ക് ഡോക്ടർ ഫിക്സിറ്റ് അതുപോലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് വാട്ടർ പ്രൂഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാട്ടർ പ്രൂഫിങ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബാത്റൂമിൻ്റെ ഫുള്ള് ചെയ്തിട്ടില്ല. അതായത് ഏകദേശം 1 മീറ്റർ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 1 മീറ്റർ ഹൈറ്റിൽ പിന്നെ താഴെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ പൈപ്പ് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചാണുണ്ടാവും. ചെറുതായിട്ട് നമ്മൾ കോൺക്രീറ്റ് ഉറപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനക്കം തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ പറയുന്ന ലെവലിൽ നമ്മൾ കോൺക്രീറ്റിങ്ങിന് മുന്നായിട്ടാണ് ഈ പറഞ്ഞ വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വെള്ളം താഴെയിരിക്കുന്ന ഫീലിംഗ് ഉണ്ടാവില്ല. ഇനിയാണ് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഇടുന്നത്. അതിനുശേഷമാണ് ടൈൽ ഫിനിഷിങ് അവസാനം സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് വാട്ടർ പ്രൂഫിങ് വരുന്നത്, പിന്നെ ഓവർഫ്ലോ പൈപ്പ് വരുന്നത്, പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ വരുന്നത് അപ്പോക്സി ലെവലിലാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരുപാട് ഉപകാരം കാര്യങ്ങളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് അപ്പോക്സി വർക്ക് വരുന്നത് കൊണ്ട് അത്രയും വെള്ളം താഴേക്ക് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈലുകളുടെ ഗ്യാപ്പിൻ്റെ ഇടയിൽ വരുന്ന ആ ഗ്യാപ്പാണ് ശരിക്കും വെള്ളം താഴേക്ക് ഇരിക്കുന്നു പോകുന്നത്. ടൈൽ ഫില്ലർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, പുട്ടിയതെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് കുറേ നാൾ കഴിയുന്ന സമയത്ത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് വെള്ളം താഴേക്ക് ലീക്കായിട്ട് വരുന്നത്. നമ്മൾ അപ്പോക്സി വർക്ക് കാര്യങ്ങളിലാണ് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതെങ്കിൽ ആ ഗ്യാപ്പിലൂടെ വരുന്ന അപ്പോക്സിക്ക് തന്നെ സെപ്പറേറ്റ് പശയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കൂടുതൽ ഉപയോഗിക്കുന്നത് PVC മെറ്റീരിയൽസാണ്. അതായത് ആ പശയും കാര്യങ്ങളും വരുന്നത് PVC മെറ്റീരിയൽസാണ്. 2 ടൈലിൻ്റെ ഗ്യാപ്പുകൾ തമ്മിൽ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒരു പക്ക കോട്ടിങ് പോലെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് വെള്ളം ഒരിക്കലും താഴേക്ക് ഇരിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോക്സി വർക്കാണ് കുറച്ചുകൂടി ബെറ്റർ. അതിൻ്റെ ഉപരി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ കൂടിയും ഒരിക്കലും വെള്ളം താഴേക്ക് ഇരിക്കാതിരിക്കുന്നു വേണ്ടി ഈ പറഞ്ഞ വാട്ടർ പ്രൂഫിങ് ചെയ്യുക. അതുപോലെ തന്നെ ഓവർഫ്ലോ പൈപ്പ് സെപ്പറേറ്റ് പുറത്തേക്ക് ഇട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ നല്ല രീതിയിൽ തന്നെ ലീക്ക് കാര്യങ്ങളില്ലാതെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.